ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ട് പീനട്ടും കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സൈഡിൽ നിന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഷുഗറൊക്കെ ഒന്ന് കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നട്ട്സ് കൂടി ഇട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്തിട്ട് പൊടിച്ചെടുക്കാം. ചൂടോടെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കാരമലായി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരമൽ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പും ചേർത്ത് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് കട്ടിയായിട്ട് വരും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റാക്കി ഇതേപോലെ എടുക്കാം. ഇതിനി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കാരമൽ സോസൊക്കെ നന്നായിട്ട് തണുത്ത് നല്ല കറക്റ്റ് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഞാൻ 1 kgക്കുള്ള വാനില സ്പോഞ്ച് ഇതുപോലെ ബേക്ക് ചെയ്തിട്ട് തണുത്തപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് ആദ്യത്തെ കേക്കിൻ്റെ പീസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കാരമൽ സോസും നട്ട്സ് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറിലെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ കാരമൽ സോസൊക്കെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഐസിങ് ചെയ്തെടുക്കാം. ഇത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം അല്ലാതെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലായിട്ട് റോസറ്റെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൂടെ ഇതുപോലെ കാരമൽ സോസ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലും കുറച്ചൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് കേക്കാണ്. ട്രൈ ആക്കി നോക്കുക. താങ്ക്